സ്ക്രീൻ ഷെയർ ചെയ്തേ. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്. അപ്പൊ നമുക്ക് SQL ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. SQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം തന്നെ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ്. ഓക്കെ, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ് SQLന്റെ ഫുൾ ഫോം. ബേസിക്കലി SQL നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നോട്ട് ചെയ്യേണ്ടത് ആ ഒരു ഡെഫിനിഷൻ ആണ്. നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടത് അതാണ്. ഡാറ്റാബേസുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SQL എന്ന് പറയുന്ന ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പോൾ പൈച്ചാം എടുത്തതിന് ശേഷം ഒരു കാര്യം പറയാതെ പ്രിന്റ് ചെയ്താൽ ഹായ് എന്ന് പ്രിന്റ് ചെയ്താൽ മതി. അന്ന് ഫുൾ സ്ക്രീനിലിട്ടെ. ഇതെന്താ? ഇത് ഇനി ഞാൻ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ എന്താണ് ഡാറ്റാബേസ്? ഫുൾ സ്ക്രീനിലിടോ? ഏതെങ്കിലും ഒരു ഫയൽ എടുക്ക്. ഒരു ഹായ് പ്രിന്റ് ചെയ്ത്. ഹായ് പ്രിന്റ് ഉദ്ദേശിക്കുന്നത് എനി സോർട്ട് ഓഫ് ഇൻഫോർമേഷൻ. ചിലപ്പോൾ ഇമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോ വാട്സാപ്പിൽ ഒരാൾക്ക് അയക്കുന്ന വോയിസ് റെക്കോർഡ്, അതൊരു ഇൻഫോർമേഷൻ ആണ്, അതൊരു ഡാറ്റയാണ് അല്ലെ. അങ്ങനെ നമുക്ക് ചുറ്റും ഒരുപാട് മേലത്തെ റൺ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ അങ്ങനെ റൺ ചെയ്താൽ മതി. ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ലൊക്കേഷൻ കറന്റ് ഫയലാക്ക്. താഴെ കറന്റ് ഫയൽ റൺ ആയി. ഹായ് പ്രിന്റ് ആയിട്ടുണ്ട് അല്ലെ. ഒരു 3 പ്രാവശ്യം ഹായ് പ്രിന്റ് ചെയ്യണമെങ്കിലോ? എനിക്ക് 3 പ്രാവശ്യം ഹായ് വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് എന്തേ അറിയൂ, ഞാൻ ഇതേ ഹായ് എന്ന് പറയുന്ന ഈ പ്രിന്റ് ഹായ് എന്ന് പറയുന്ന എന്ത് ചെയ്യേണ്ടി വരും? 3 പ്രാവശ്യം കോപ്പി ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ റൺ ചെയ്ത് എന്ത് വരും? 3 പ്രാവശ്യം ഹായ് വരും. ഇനി അതെല്ലാം ഞാൻ പറഞ്ഞു, എനിക്കൊരു 10 പ്രാവശ്യം ഹായ് പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞാലോ 10 പ്രാവശ്യം ഇതേ ഹായ് കോപ്പി ചെയ്യേണ്ടി വരൂലേ? അതിനിപ്പോ എണ്ണം കൂടി വന്നെങ്കിൽ ഇപ്പൊ 100 അല്ലെങ്കിൽ 150 എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഇങ്ങനെ കോപ്പി ചെയ്തിടുവാന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലൂപ്പ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കോഡ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻ ഓഫ് കോഡ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഒരു ലൈൻ ഓഫ് കോഡ് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഒരൊറ്റ ലൈൻ ആയിരിക്കും ഈ പ്രിന്റ് ഹായ് എന്ന് പറയുന്ന ഒറ്റ ലൈൻ ആയിരിക്കും. പക്ഷെ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം? ഞാൻ എത്ര പ്രാവശ്യം പറയുന്നത്, അതായത് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് സെയിം ലൈൻ ഓഫ് കോഡ് എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? പൈത്തണില് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് പൈത്തണില് വരുന്ന സമയത്ത് 2 ടൈപ്പ് ലൂപ്പാണ് ഉള്ളത്, 2 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈൽ ലൂപ്പും അതുപോലെ തന്നെ ഫോർ ലൂപ്പും. ഓക്കെ ആണോ? ഇനി സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ, ഞാൻ ഷെയർ ചെയ്യാം. എക്സൽ ഫയലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എക്സൽ ഫയലിലൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ലിമിറ്റ് വിട്ടിട്ടുള്ള ഡാറ്റാസ് എക്സലിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ ഡാറ്റാബേസിനകത്ത് നമുക്ക് എത്ര വലിയ ഡാറ്റയാണ് വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം. മാത്രമല്ല അത് സേഫ് ആണ്. നിങ്ങൾക്ക് അത് മിസ്സായാലും ബാക്കപ്പ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കാം, നിങ്ങളിപ്പോ ഒരു ഡാറ്റ 3 ഫോൾഡറിലായിട്ട് സേവ് ചെയ്ത് വെച്ചു എന്ന് വിചാരിച്ചോ. 3 ഫോൾഡറിലോട്ട് സെയിം ഡാറ്റ കീപ്പ് ചെയ്തു. ഒരു ഫോൾഡർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കപ്പ് പ്ലാൻസ് ഉണ്ട്, ബാക്കി 2 ഫോൾഡർ അല്ലെ. അതുപോലെയാണ് ഒരു ഡാറ്റാബേസിലോട്ട് നമ്മൾ ഡാറ്റ എന്താ പറയുക, നമുക്ക് പൈത്തണിനകത്ത് എത്ര ലൂപ്പ് ഉണ്ട്? 2 ലൂപ്പ് ഉണ്ട് അല്ലെ. വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന എന്താ? വൈൽ ലൂപ്പ് ആണ്. അപ്പൊ എന്തിനാ ലൂപ്പ് എന്തിനു വേണ്ടിട്ടാ യൂസ് ചെയ്യുന്നത്? കുറെ കാര്യങ്ങൾ ഒരുമിച്ച് പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട്. കുറെ കാര്യങ്ങൾ ഒരുമിച്ച് പ്രിന്റ് ചെയ്യാനല്ല, നമുക്ക് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടത്. പ്രിന്റ് ചെയ്യേണ്ട കൊടുത്തെങ്കിൽ എന്ത് ചെയ്യും? അത് മൾട്ടിപ്പിൾ ടൈംസ് പ്രിന്റ് ചെയ്ത് വരും.
ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ അത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ, വൈൽ ലൂപ്പ് ആണ്. അപ്പൊ വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ആദ്യം എന്തുണ്ടാവും, ഒരു ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. ഇനീഷ്യലൈസേഷൻ ഫസ്റ്റ്, അതിന്റെ സിന്റാക്സിന്റെ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ കൊടുക്കണം. അതിനുശേഷം വൈലിന്റെ കീവേഡ് കൊടുത്തതിന് ശേഷം കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യമാണ് ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഐറ്ററേറ്റ് ചെയ്യേണ്ടത്, അതിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നത്, കണ്ടീഷൻ കൊടുക്കുന്നത്. അപ്പൊ എന്ത് കൊടുത്തു, വൈൽ കണ്ടീഷൻ കൊടുക്കും. കണ്ടീഷൻ കഴിഞ്ഞിട്ട് എന്ത് വേണം, ഒരു കോളം കൊടുക്കണം. ഓക്കെ, കോളം കൊടുത്തിട്ട് നമ്മൾ താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് ഈഫിന്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് വരും, ഒരു ഇൻഡന്റേഷൻ ഗ്യാപ്പ് അല്ലെ. അപ്പൊ ഇപ്പൊ ഒരു ഇൻഡന്റേഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം എന്തുണ്ടാവും, നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വൈൽ ലൂപ്പ് നമ്മൾ എഴുതുന്നത്, അതിന്റെ ബോഡി. ഇപ്പൊ പ്രിന്റ് ചെയ്യിക്കാനുണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കണം. അങ്ങനെ നമ്മൾ വൈൽ ലൂപ്പ് എന്തിനാണോ എഴുതുന്നത് അതിന്റെ ബോഡി കൊടുക്കും. അതിനുശേഷം അപ്ഡേഷൻ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. എന്താ, ഇനീഷ്യലൈസേഷൻ, വൈൽ കണ്ടീഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ. ഓക്കെ, സിന്റാക്സ് മാത്രമാണ്. ഇതിൽ ഓരോന്നും എന്തിനു വേണ്ട എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമുക്കിപ്പോ പറയാം. സിന്റാക്സ് ഏകദേശം ഒരു ഐഡിയ ഉണ്ടോ? ഓക്കെ, നമുക്ക് ഇതിവിടെ ഞാൻ കമന്റ് ചെയ്തിടാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ, നമ്മളിപ്പോ ലൂപ്പിലോട്ട് വരാൻ കാരണം എന്തായിരുന്നു, ഹായ് എന്ന് പറയുന്നത് ഒരു 10 പ്രാവശ്യം എങ്ങനെ പ്രിന്റ് ചെയ്യിക്കണം അല്ലെ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ലൂപ്പ് പഠിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ നോക്കാം, ഞാൻ 10 പ്രാവശ്യം ഹായ് പ്രിന്റ് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അപ്പം എവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഒന്നാമത്തെ ഹായ് എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ. ഒന്നാമത്തെ ഹായ് പ്രിന്റ് ചെയ്യണം, രണ്ടാമത്തെ ഹായ് പ്രിന്റ് ചെയ്യണം, ഇങ്ങനെ 10 പ്രാവശ്യം ഹായ് പ്രിന്റ് ചെയ്യണം അല്ലെ. ഒന്നാമത്തെ ഹായ് പ്രിന്റ് ചെയ്യണം എന്ന് പറയുമ്പം നമ്മുടെ ലൂപ്പിന്റെ ഇനീഷ്യലൈസേഷൻ എന്താ, ഒന്നാമത്തെ ഹായിൽ പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം 1, 2, 3 ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യണം, നമ്മുടെ ലൂപ്പ് റൺ ചെയ്യണം. അപ്പൊ അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് റൺ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ എന്ത് വേണം, ഒരു വേരിയബിൾ വേണം. അപ്പൊ നോക്കുക, ഞാൻ ഇവിടെ ഒരു വേരിയബിൾ എടുത്തു ഐന്റെ വാല്യൂ ആദ്യം എന്ത് സെറ്റ് ചെയ്ത് കൊടുത്തു, 1 എന്ന് പറഞ്ഞ സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ ഐന്റെ വാല്യൂ ആദ്യം 1 ആവും. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യണം, ഒന്നാമത്തെ ഹൈ പ്രിന്റ് ചെയ്യണം. പിന്നെ ഐന്റെ വാല്യൂ നമുക്ക് 2 ആക്കി മാറ്റണം. അതിനുശേഷം രണ്ടാമത്തെ ഹൈ പ്രിന്റ് ചെയ്യിക്കണം. അങ്ങനെ എന്ത് ചെയ്യണം, ഐന്റെ വാല്യൂ 10 വരെ മാറ്റണം, 10 ഹൈസ് പ്രിന്റ് ചെയ്യിക്കണം. ഓക്കെ ആണോ? അപ്പൊ അതിന് വേണ്ടി ഞാൻ ആദ്യം ഇനീഷ്യലൈസേഷൻ എന്ത് കൊടുത്തു, i=1 കൊടുത്തു. നമുക്ക് എന്താ സിന്റാക്സിൽ എന്താ പറയുന്നത്, വൈൽ കണ്ടീഷൻ അല്ലെ. അപ്പൊ എന്ത് കൊടുത്തു, വൈൽ കൊടുത്തു. ഇനി കണ്ടീഷൻ എന്താ, നമുക്ക് എന്താ കണ്ടീഷൻ ഇവിടെ എന്താ, 10 പ്രാവശ്യം ഹായ് പ്രിന്റ് ചെയ്യിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ അല്ലെ. അപ്പം ഐന്റെ വാല്യൂ ഏത് വരെ പോണം, 1 തൊട്ട് ഏത് വരെയാ പോണ്ടേ, 10 വരെ പോണം അല്ലെ. അപ്പൊ നോക്കാം, ഞാനൊരു കണ്ടീഷൻ എന്ത് കൊടുത്തു, ഐന്റെ വാല്യൂ << 10. ഓക്കെ, ഐന്റെ വാല്യൂ 10 ആകുന്നത് വരെ എന്ത് ചെയ്യണം, ലൂപ്പ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഐറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു, << 10 കൊടുത്തു, കോളം കൊടുത്തു. ഇനി നമുക്ക് വേണ്ട എന്താ, വൈൽ ലൂപ്പിന്റെ ബോഡിയാണ് അല്ലെ. നമ്മൾ എന്തിനു വേണ്ടിട്ട് ഈ ഒരു ലൂപ്പ് എഴുതുന്നേ, ഹായ് പ്രിന്റ് ചെയ്യിക്കാൻ അല്ലെ. അപ്പൊ ലൂപ്പിന്റെ ബോഡി എന്ന് പറയുന്നത് എന്താ, പ്രിന്റ് ഹായ് അല്ലേ. അപ്പൊ എന്ത് കൊടുത്തു, പ്രിന്റ് ഹായ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ സിന്റാക്സ് നോക്കുന്ന സമയത്ത് ബോഡി കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നേ, അപ്ഡേഷനാ വരുന്നേ. അപ്ഡേഷൻ എന്ന് പറയിരിക്കണം 2 ആക്കണം, 3 ആക്കണം, 4 ആക്കണം. ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, 10 പ്രാവശ്യം ലൂപ്പിനെ ഐറ്ററേറ്റ് ചെയ്യിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്തിന്റെ വാല്യൂ ചേഞ്ച് ആവേണ്ടത്, ഐന്റെ വാല്യൂ ചേഞ്ച് ആവേണ്ടത് അല്ലെ. അതിന് നമ്മൾ പറയുന്നതാണ് എന്ത്, അപ്ഡേഷൻ. അപ്പൊ ഇവിടുത്തെ നമുക്ക് അപ്ഡേഷൻ എന്താ, ഒന്നിക്കലും എന്ത് കൊടുക്കാം, ഐന്റെ വാല്യൂ ഓരോ പ്രാവശ്യം ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ഐന്റെ വാല്യൂ കൂടി വരണം അല്ലെ. അപ്പൊ ഒന്നിക്കൽ i=1 കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതേ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് അസൈൻമെന്റ് ഓപ്പറേറ്റർ വെച്ച് എന്ത് കൊടുക്കാം, i+1 അല്ലെ. i+=1 കൊടുക്കുന്നതും i=i+1 എന്ന് കൊടുക്കുന്നതും സെയിം അല്ലേ. ഓക്കെ, അപ്പൊ നോക്കാം, ഞാൻ ഇത്രയും കൊടുത്തു. അതിന് ശേഷം റൺ ചെയ്യുകയാണ്. നോക്ക് ഔട്ട്പുട്ട് എന്താ, ഇതിപ്പോ എത്ര ഹായ് ഉണ്ടാവും,
10 ഹായ് 10 ഉണ്ട്. ഹായ് ഉണ്ട്. ആണോ? ഇതിപ്പോ നോക്ക്, ജസ്റ്റ് ഇങ്ങനെ ഹായ് ഹായ് എന്ന് മാത്രം വന്നുകൊണ്ട് ഇപ്പൊ എനിക്കിത് 10 ഉണ്ടോ അല്ലെങ്കിൽ 15 ഉണ്ടോ എന്ന് അറിയുന്നില്ല അല്ലെ. അപ്പൊ എനിക്കിങ്ങനെ 1 ഹായ് 2 ഹായ് ഇങ്ങനെ 10 വരെ അങ്ങനെ ഹായ് പ്രിന്റ് ചെയ്യണം. നമ്പേഴ്സിനോട് കൂടി ഹായ് പ്രിന്റ് ചെയ്യിക്കണം. അപ്പൊ ഇതിനാണ് എന്ത് ചേഞ്ച് വരുത്തേണ്ടി വരും? എന്ത് ചേഞ്ച് വരുത്തേണ്ടി വരും? ജസ്റ്റ് ഹായ് എന്ന് മാത്രം പ്രിന്റ് ഹായ് എന്ന് മാത്രം കൊടുത്തോണ്ടാണ് എനിക്കിവിടെ ഹായ് പ്രിന്റ് ചെയ്ത് വന്നത് അല്ലേ. അതിന് പകരം എനിക്ക് എന്ത് വേണം? ഈ 1 2 3 നമ്പേഴ്സ് കൂടി വേണം. അപ്പൊ നോക്കാം, ഇവിടെ എനിക്ക് നമ്പർ ചേഞ്ച് ചെയ്യുന്നത് ഇല്ല. ആദ്യം ഐയിൽ ആരാ ഉള്ളത്? 1. ആ ഹലോ, ആ ഇതിന്റെ വർക്കിംഗ് മനസ്സിലായിട്ടില്ലേ? ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഐന്റെ വാല്യൂ എന്താവും? 1 ആവും അല്ലേ. ഇനി 1 കഴിഞ്ഞ് താഴത്തോട്ട് എന്താ പോകുന്നത്? വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ ചെക്ക് ചെയ്യണം. ആദ്യം അതിന്റെ വാല്യൂ എന്താ? അല്ല 1 അല്ലേ. അപ്പം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കൊടുത്തപ്പോ എന്താ? ട്രൂ അല്ലേ കണ്ടീഷൻ? true ആണ്. ഐ എന്ന് പറയുന്നത് 10-നേക്കാളും ചെറുതാണ്. കണ്ടീഷൻ ട്രൂ ആണ് അല്ലെ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എങ്ങോട്ടേക്ക് പോകൂ? ലൂപ്പിന്റെ ഉള്ളിലോട്ട് പോകും അല്ലെ. കണ്ടീഷൻ ട്രൂ ഉം. ആണ്, കൺട്രോൾ എങ്ങോട്ട് പോയി? ലൂപ്പിന്റെ അകത്തോട്ട് പോയി. ലൂപ്പിന്റെ അകത്ത് ബോഡിയിൽ എന്താ പറയുന്നത്? ഹായ് പ്രിന്റ് ചെയ്യിക്കാനാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഒന്നാമത്തെ ഹായ് ഇവിടെ പ്രിന്റ് ചെയ്യിക്കും അല്ലെ. ഇനി അപ്ഡേഷൻ അല്ലെ. ഹായ് പ്രിന്റ് ചെയ്തതിനു ശേഷം എന്താ പറയുന്നത്? ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. അതായത് ഐന്റെ വാല്യൂ എന്തായി? 1 കൂടി. ആദ്യം ഐന്റെ വാല്യൂ 2 ആയിരുന്നു. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് കൊടുത്തപ്പോ ഐന്റെ വാല്യൂ എന്തായി? 2 ആയി. ഇനി എവിടെയാണ് നമുക്ക് ലൂപ്പിൽ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് കാണുന്നത്? അതിനുശേഷം എന്താ അങ്ങോട്ടൊക്കെ പോവാ? കൺട്രോൾ നേരെ വൈലിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഓക്കെ, ഇപ്പൊ ഐന്റെ വാല്യൂ എന്താ? 2 ആണ്. 2 ആയതിനു ശേഷം പിന്നെ എങ്ങോട്ട് പോകും? വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. വൈ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കും. ഉം. ഇപ്പൊ ഐന്റെ വാല്യൂ എന്താ? 2 ആണ് അല്ലെ. 2 എന്ന് പറയുമ്പോൾ ഇപ്പോഴും എന്താ? 10-നേക്കാളും ചെറുതാണ് ഉം. ആണല്ലോ. അപ്പൊ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? പിന്നെയും അടുത്ത ഹായ് പ്രിന്റ് ചെയ്യിക്കും അല്ലെ. പ്രിന്റ് ഹായ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഹായ് പ്രിന്റ് ചെയ്യിച്ചു. അതിനുശേഷം പിന്നെ അങ്ങോട്ട് പിന്നെയും അപ്ഡേഷൻ അല്ലെ. അപ്പൊ അതിന്റെ വാല്യൂ എന്താവും? 2 + 1 3 ആവും. 3 ആകുമ്പോൾ പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണ്. അടുത്ത ഹായ് പ്രിന്റ് ചെയ്യിക്കും. ഇങ്ങനെ കറങ്ങി കറങ്ങി ലൂപ്പ് പോലെ കറങ്ങി കറങ്ങി ലാസ്റ്റ് അതിന്റെ വാല്യൂ എന്താവും? 10 ആവും 10. അല്ലെ. 10 ആകുമ്പോൾ കണ്ടീഷൻ ട്രൂ അല്ലേ. ആ 10 ലെസ് true ദാൻ ആ. ഓർ ഈക്വൽ ടു 10 അല്ലേ. ആണ്. true അപ്പൊ ആ. എന്താ പ്രിന്റ് ചെയ്യും? ഹായ് പ്രിന്റ് ചെയ്യും. അതിന്റെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ അതിന്റെ വാല്യൂ എന്താവും? 11 ആവും അല്ലെ. ഉം. ഇനി 11 ആവുന്ന സമയത്ത് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ഇല്ല. അല്ല. അവിടെ എന്തായി? കണ്ടീഷൻ ബ്രേക്ക് ആയി അല്ലെ. കണ്ടീഷൻ ഫോൾസ് ആണ്. പിന്നെ ഉള്ളിലോട്ട് കടന്ന് ഹായ് പ്രിന്റ് ചെയ്യിക്കോ? ഇല്ല. ഇല്ല. നേരെ ലൂപ്പിന് പുറത്തോട്ട് പോകും. അതായത് ഇവിടെ ലൂപ്പിന് പുറത്ത് ഇനി എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും പ്രിന്റ് ചെയ്യിക്കും. ആ ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ വൈൽ ലൂപ്പിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എനിക്കൊന്ന് ആൻസർ തന്നെ. ജസ്റ്റ് ഇങ്ങനെ ഹായ് ഹായ് എന്നല്ലാണ്ട് 1 ഹായ് 2 ഹായ് 3 ഹായ് അങ്ങനെ പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ഒരു വാല്യൂ ഉം? വീണ്ടും ഒരു വാല്യൂ കൂടെ ചെയ്യും. ഒരു ലൂപ്പ് കൂടി വേണോ? ഇവിടെ നോക്കി, ഐന്റെ വാല്യൂ ആദ്യം 1 ആദ്യത്തെ ഇറ്ററേഷനിൽ, രണ്ടാമത്തെ ഇറ്ററേഷനിൽ ഐന്റെ വാല്യൂ 2, മൂന്നാമത്തെ ഇറ്ററേഷനിൽ ഐന്റെ വാല്യൂ 3 അല്ലെ. ഐന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഹായിന്റെ കൂടെ ഐന്റെ വാല്യൂ കൂടി പ്രിന്റ് ചെയ്യിച്ചാ പോരെ. ഇവിടെ നോക്ക, ജസ്റ്റ് ഹായ് പ്രിന്റ് ചെയ്യിക്കുന്നതിന് പകരം ആദ്യം ഐ ഒരു വേരിയബിൾ അല്ലേ. അപ്പൊ എന്ത് കൊടുത്തു? ഐ കൊടുത്തു, കോമ കൊടുത്തു. ഇങ്ങനെ പ്രിന്റ് ചെയ്യിച്ച് എനിക്ക് ഓരോ പ്രാവശ്യം ഐയിൽ എന്താണോ വാല്യൂ വരുന്നത് അതുകൂടി പ്രിന്റ് ചെയ്യിക്കൂലേ. ആ ചെയ്യും. ഓക്കെ ആണോ? ആ ഇപ്പൊ നമുക്ക് ഓരോ പ്രാവശ്യം 1 ഹായ് 2 ഹായ് 3 ഹായ് അങ്ങനെ ഏത് വരെ കിട്ടി? 10 ഹായ് വരെ ഔട്ട്പുട്ട് കിട്ടി. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കിയേ.
ചെയ്തു. നമ്മുടെ ഡാറ്റയാണ് ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് 1 ഹൈ 2 ഹൈ ഇങ്ങനെ ഹായ് വരണ്ട, 1 to 10 മാത്രം പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? ഹലോ മാറ്റമോ? ഇവിടുന്ന് എന്ത് മാറ്റിയാൽ മതി? ഈ ഹായ് മാറ്റണം അല്ലേ? എന്നിട്ട് എന്ത് പ്രിന്റ് ചെയ്യണം? ഐ മാത്രം പ്രിന്റ് ചെയ്യണം. ഐന്റെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്ത് കിട്ടും? 1 to 10 പ്രിന്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി 10 to 1 പ്രിന്റ് ചെയ്യണമെങ്കിലോ? പറഞ്ഞേ 10 to 1. സ്റ്റുഡന്റ് ഐ ഡി ആണ് പ്രൈമറി കീ അല്ലേ? ഓക്കെ, അപ്പൊ കോഴ്സ് ടേബിളിലോ? ആദ്യം ഞാൻ ഇപ്പൊ 1 to 10 ആണ് പ്രിന്റ് ചെയ്തത്. എനിക്ക് ഇനി എന്ത് കിട്ടണം? 10 to 1 പ്രിന്റ് ചെയ്യണം. I less than or equal to 0. എവിടെ? ഇവിടെയോ? അപ്പൊ കിട്ടോ? നോക്കിയേ, ആദ്യം ഐന്റെ വാല്യൂ 1. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ? ഇല്ല. കണ്ടീഷൻ ഫോൾസ് ആയി പിന്നെ ലൂപ്പിനുള്ളിലോട്ട് കടക്കുവോ? ഇവിടെ നോക്കിയാൽ നേരത്തെ എനിക്ക് ഒന്നാമത്തെ ഹായ് മുതൽ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. സോ ഞാൻ ഇനീഷ്യലൈസേഷൻ എന്ത് കൊടുത്തു? ഐ ഈക്വൽ ടു 1 കൊടുത്തു. ഇവിടെ എന്റെ ഇനീഷ്യലൈസേഷൻ ഐ ഈക്വൽ ടു 1 തന്നെയാണോ? അല്ല, 10 ആവും. 10 ആവും അല്ലെ? അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം ഞാൻ? ഐ ഈക്വൽ ടു 1 പകരം 10 കൊടുക്കണം. ഇനി കണ്ടീഷൻ നോക്കിയാൽ എനിക്ക് 10 ആദ്യം 10 പിന്നെ 9 8 7 ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞാണ് വരേണ്ടത്. അപ്പം അപ്ഡേഷനിൽ ഐന്റെ വാല്യൂ കൂട്ടിയിട്ടാണോ കൊടുക്കേണ്ടത്, കുറച്ചിട്ടാണോ? ഐ പ്ലസ് 1 ഈക്വൽ ടു എന്ന് പറയുന്നതിന് പകരം ഐ മൈനസ് ഈക്വൽ ടു 1 വേണം കൊടുക്കാൻ വേണ്ടിട്ട് അല്ലേ? ആണോ? ഓക്കെ, ഇനി നോക്കാം. കണ്ടീഷൻ നോക്കിയേ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രശ്നം നോക്കി ആദ്യം 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ? അല്ല അല്ലേ? നമുക്ക് നോക്കി എനിക്ക് 10 to 9 വരെ റിവേഴ്സ് ഓർഡറിലാണ് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റി ഞാൻ അവിടെ എന്ത് കണ്ടീഷൻ കൊടുക്കേണ്ടി വരും? ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ 1 കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ എനിക്ക് എന്ത് കിട്ടും നോക്കി? ആദ്യം എന്താ? ഐന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യിക്കും. എപ്പോഴാണോ 1ന് താഴെ പോകുന്നത്, അതായത് ഐന്റെ വാല്യൂ 1നേക്കാളും ചെറുതാവുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യണം? ലൂപ്പ് അവിടെ ബ്രേക്ക് ആവണം. അപ്പൊ നോക്കി എന്ത് കിട്ടി? 10 to 1 പ്രിന്റ് ചെയ്തു. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അതുകൂടി ഒന്ന് ചെയ്ത് നോക്ക്. ചെയ്തു. അപ്പൊ അത് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ എന്ത് ചെയ്തു? 10 to 1 പ്രിന്റ് ചെയ്തു അല്ലേ? ഇനി നമുക്ക് ഈ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ വേണമെങ്കിൽ എന്താ അപ്ലൈ ചെയ്യാം? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് 1 to 20 പ്രിന്റ് ചെയ്യിക്കണം. ഞാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഐന്റെ വാല്യൂ സ്റ്റാർട്ടിങ് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി? 20 കൊടുത്ത് ഐനെ പ്രിന്റ് ചെയ്യിക്കണം അല്ലെ? ഐ പ്ലസ് ഈക്വൽ ടു 1 കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടും? 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യിച്ച് കിട്ടും ആണല്ലോ. ഇനി ഞാൻ പറയാണ് എനിക്ക് 1 മുതൽ 20 വരെയുള്ളതിൽ ഈവൻ നമ്പേഴ്സിനെ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. 1 മുതൽ 20 വരെ വേണം,
പക്ഷെ നമ്പേഴ്സ് എന്തായിരിക്കണം? ഈവൺ ആയിരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ വൈൽ ലൂപ്പിന്റെ അകത്ത്, അതായത് ഇപ്പൊ ഈ ഐന്റെ വാല്യൂ എന്ത് ചെയ്യും? 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും, 20 വരെ റൺ ചെയ്യും. അതായത് ലൂപ്പ് 20 വരെ റൺ ചെയ്യും. പക്ഷെ അതിൽ എല്ലാ വാല്യൂസിനെയും പ്രിന്റ് ചെയ്യിക്കണോ? വേണ്ട. വേണ്ട. എന്ത് ചെയ്താൽ മതി? ഈവൺ നമ്പേഴ്സിനെ മാത്രം പ്രിന്റ് ചെയ്യിച്ചാൽ മതി അല്ലേ? അപ്പൊ ഞാനിവിടെ പ്രിന്റ് ഐ ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. ഇല്ല. എന്ത് ചെയ്യണം? ഈ വരുന്ന ഐനെ നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ടി വരും. എന്ത് വെച്ച് ഫിൽട്ടർ ചെയ്യണം? ആ നമ്പർ ഓഡ് ആണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താ യൂസ് ചെയ്യുക? ഈഫ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ലൂപ്പിന്റെ അകത്ത് ചെക്ക് ചെയ്താൽ മതി അല്ലേ? ഈഫ് ഐയിൽ തരുന്ന വാല്യൂ, അപ്പൊ ഐ മോഡ് അല്ലേ? 2 = 0. 0 ആണെങ്കിൽ അത് എന്തായിരിക്കും? ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള നമ്പേഴ്സിനെ മാത്രം പ്രിന്റ് ചെയ്യിച്ചാൽ പോരെ? അപ്പൊ എന്ത് കൊടുത്ത്? == 0. അത് ആദ്യം ഐന്റെ അതിലോട്ട് 1 വരും, 2 വരും, 3 വരും, അങ്ങനെ വരും. അങ്ങനെ അതിലോട്ട് വരുന്ന ഓരോ വാല്യൂവിനും എന്ത് ചെയ്യും? 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും അല്ലെ? റിമൈൻഡർ എപ്പോഴാണോ 0 ആവുന്നത് ആ ഐനെ മാത്രമേ എന്ത് ചെയ്യൂ? പ്രിന്റ് ചെയ്യും. ക്ലിയർ ആണോ? ഇനി നോക്ക്, ആദ്യത്തെ 1 വന്നു, 20നേക്കാളും ചെറുതാണ്. ലൂപ്പിനകത്തോട്ട് പോയി, അകത്തോട്ട് പോയിട്ട് എന്ത് നോക്കും? ആ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. റിമൈൻഡർ എന്തല്ല? 0 അല്ല. അപ്പൊ അങ്ങനത്തെ ആ 1നെ പ്രിന്റ് ചെയ്യിക്കോ? ഇല്ല. ഇല്ല. ഈഫിനകത്തോട്ട് പോകില്ല. ഈഫിന് നേരെ താഴത്തോട്ട് വരും. താഴെ എന്താ ഉള്ളത്? നമ്മുടെ വൈൽ ലൂപ്പിന്റെ അപ്ഡേഷൻ ആണ് ഉള്ളത്. അതായത് അതിന്റെ വാല്യൂ എന്താവും? 2 ആവും. അപ്പൊ 2 വെച്ച് പിന്നെ എന്ത് ചെയ്യും? ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 to 20 ഈവൺ നമ്പേഴ്സ് മാത്രം ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോക്ക്, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലും ഈ ക്വസ്റ്റ്യനിലും ഒക്കെ നമ്മുടെ ആ ലൂപ്പിന് അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്യണം, ഏതൊക്കെ കണ്ടീഷൻ വെച്ച്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യണം, ഇതൊക്കെ നോക്കുന്ന ഇതിൽ ഏത് വേരിയബിളിനെ വെച്ചിട്ടാ? ഇപ്പൊ ഇതിൽ നിന്ന് നോക്കാം. ഇതിപ്പോ ഞാൻ ഈ ഒരു ഈവൺ നമ്പേഴ്സിന് സാധനം ഇത് ഞാൻ ഇവിടുന്ന് കളയുവാണ്. ഞാൻ ഒന്നിക്കിൽ നമുക്ക് ഈഫ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യിക്കാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? ഇവിടെ തന്നെ നോക്ക്, ഞാൻ പ്രിന്റ് ഐനെ തന്നെ പ്രിന്റ് ചെയ്യിക്കുവാണ്. പക്ഷെ ഈവൺ നമ്പർ ഒരിക്കലും 1ൽ സ്റ്റാർട്ട് ചെയ്യില്ല. എവിടെ സ്റ്റാർട്ട് ചെയ്യൂ? 2ൽ സ്റ്റാർട്ട് ചെയ്യൂ അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഐന്റെ വാല്യൂ 2 മുതൽ സ്റ്റാർട്ടിങ് കൊടുത്തു. 1ൽ സ്റ്റാർട്ട് ചെയ്യേണ്ട, 2 മുതൽ സ്റ്റാർട്ടിങ് കൊടുത്തു. പകരം എന്ത് ചെയ്തു? ഞാൻ ഈഫ് കണ്ടീഷൻ കൊടുക്കുന്നതിന് പകരം ഇവിടെ ഐന്റെ വാല്യൂ 1 വെച്ചല്ല, പകരം 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? ഈവൺ നമ്പേഴ്സ് തന്നെ അല്ലേ? ഇവിടെ ഞാനിപ്പം ഈഫ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഇവിടെ നോക്ക്, ഞാൻ ഇവിടെ ആയാലും ഞാൻ ഫസ്റ്റ് ചെയ്ത ആ എക്സാമ്പിൾസിലൊക്കെ ആയാലും നമ്മുടെ ലൂപ്പിന്റെ ഐട്രേഷൻ ആരാ കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പൊ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഒരു വേരിയബിൾ ഐ എന്ന് പറയുന്ന വേരിയബിൾ അല്ലേ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്? ഐന്റെ വാല്യൂനെ ബേസ് ചെയ്തിട്ടല്ലേ അത് ഐട്രേറ്റ് ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്? അപ്പൊ നമുക്ക് എന്ത് പറയാം? എന്റെ ഈ ഒരു ലൂപ്പിനെ മൊത്തം ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? ഇവിടെ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിനെ പറയുന്ന പേരാണ് ലൂപ്പ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ ആണോ? ഇനി ഈ ലൂപ്പ് വേരിയബിൾ എന്ന് പറയുന്നത് ഐ തന്നെ ആവണമെന്നുണ്ടോ? വേണ്ട. ഇല്ല. നമുക്ക് ഇഷ്ടമില്ല വേരിയബിൾ കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ കെ ആണ് കൊടുക്കുന്നെങ്കിൽ ഇവിടേക്ക് കെ കൊടുക്കണം, കണ്ടീഷനിൽ കെ കൊടുക്കണം, അപ്ഡേഷനിലും സെയിം വേരിയബിൾ തന്നെ കൊടുക്കണം എന്ന് മാത്രം. അല്ല ഇന്ന വേരിയബിൾ കൊടുക്കണം എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമില്ല വേരിയബിൾ കൊടുത്താൽ മതി. അപ്പൊ ഏത് വേരിയബിൾ ആണോ നമ്മൾ ലൂപ്പിൽ കൊടുക്കുന്നത് അതിനെ പറയുന്ന പേരാണ് ലൂപ്പ് വേരിയബിൾ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നോക്കുക, ഞാൻ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ ഞാനിപ്പോ 1 to സ്റ്റാർട്ട് ചെയ്തു. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. k = k+1 എന്ന് കൊടുത്തു. ഇപ്പൊ എനിക്ക് 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് കിട്ടും. ഞാൻ പറയാണ്, എനിക്ക് ഈ ഒരു കണ്ടീഷൻ, ഈ k <= 10 എന്ന് പറയുന്ന കണ്ടീഷൻ ചേഞ്ച് ചെയ്യരുത്. ചേഞ്ച് ചെയ്യാണ്ട് എനിക്ക് എന്ത് ചെയ്യണം? 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിനെ മാത്രം പ്രിന്റ് ചെയ്യിച്ചാൽ മതി. 10 വരെ വേണ്ട. എത്ര നമ്പേഴ്സേ വേണ്ടു? 1 to 5 നമ്പേഴ്സേ വേണ്ടു. ബാക്കി 6 to 10 എന്ത് ചെയ്യണ്ട? പ്രിന്റ് ചെയ്യണ്ട. ഓക്കെ ആണോ? അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ചേഞ്ച് ചെയ്യാനും പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നോക്കിയേ? ഈ ഒരു ഇപ്പൊ ഈ 5 വരെ എത്തുമ്പോ എന്താ? ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട് ബ്രേക്ക് ചെയ്യാം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും.
അതായത് നമുക്കിപ്പൊ എനിക്ക് 5 വരെ പ്രിന്റ് ചെയ്യണ്ടു അല്ലെ? അപ്പൊ എന്റെ 5 ഇവിടെ എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 കഴിയുമ്പോ ലൂപ്പ് എന്ത് ചെയ്യണം? തന്നെ അത് ബ്രേക്ക് ആവണം. അതായത് ബാക്കി പ്രിന്റ് ചെയ്യരുത്. അപ്പൊ നമ്മൾ എക്സ്റ്റേണലി ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ലൂപ്പിനെ ബ്രേക്ക് ചെയ്യിപ്പിക്കും. എന്ത് വെച്ചിട്ട്? ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട്. നോക്കാം. ഓരോ പ്രാവശ്യം കെ പ്രിന്റ് ചെയ്തതിന് ശേഷം, അതായത് നമുക്ക് ആ വേരിയബിൾ പ്രിന്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെക്ക് ചെയ്യും? കെന്റെ വാല്യൂ 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈ കെ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ. ആണെങ്കിൽ എപ്പോഴാണോ കെന്റെ വാല്യൂ 5 ആവുന്നത് അതിനുശേഷം എന്ത് ചെയ്യണ്ട? ആ ലൂപ്പ് ബാക്കി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ബാക്കി ഐറ്ററേറ്റ് ചെയ്യേണ്ട അവിടെ വെച്ച് സ്റ്റോപ്പ് ആവണം. അപ്പൊ അതിന് വേണ്ടി അവിടെ വെച്ച് സ്റ്റോപ്പ് നമ്മൾ പറയുന്നത് എങ്ങനെയാ? ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ്. എന്നാണ് എന്ത് പ്രിന്റ് ചെയ്യിക്കും? 1നെ പ്രിന്റ് ചെയ്യിക്കും അല്ലെ? പ്രിന്റ് ചെയ്തതിന് ശേഷമാണ് ചെക്ക് ചെയ്യുന്നത് കെന്റെ വാല്യൂ 5 ആണോ എന്നുള്ളത്. 1 ഈക്വൽ ടു 5 അല്ല അല്ലെ? അപ്പൊ ifന്റെ അകത്തോട്ട് പോകില്ല. പകരം എന്ത് ചെയ്യും? കെന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഇനി നോക്കി, ഇൻക്രിമെന്റ് ചെയ്താൽ പിന്നെ കെന്റെ വാല്യൂ എന്തായി? 2 ആയി. 2നെ പ്രിന്റ് ചെയ്യിക്കും. 5 അല്ല 3 ആവും. 3നെ പ്രിന്റ് ചെയ്യിക്കും. 5 അല്ല 4 ആവും. 4നെ പ്രിന്റ് ചെയ്യിക്കും. അതും 5 അല്ല. അപ്പൊ എന്താവും? കെന്റെ വാല്യൂ 5 ആവും. 5 ആവുന്ന സമയത്ത് നോക്കിയാൽ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. 5 പ്രിന്റ് ചെയ്യിക്കും. പ്രിന്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെക്ക് ചെയ്യുന്നത്? ഈ 5 ഈക്വൽ ടു 5 ആണോ നോക്കുന്നത് അല്ലെ? ആ സമയത്ത് എന്താ? ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആയി. ട്രൂ ആകുമ്പോ എന്ത് ചെയ്യും? ഈഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. എന്താ പറയുന്നത്? ബ്രേക്ക് ചെയ്യുക. എവിടെയാണോ നമ്മുടെ വൈൽ ലൂപ്പിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കാണുന്നത് അന്നേരം എന്ത് ചെയ്യും? ഈ ബ്രേക്ക്, അതായത് ലൂപ്പിന്ന് എക്സിറ്റ് ആവും. അതായത് ലൂപ്പിന്റെ താഴെ എന്താണോ ബാക്കി സ്റ്റേറ്റ്മെന്റ് ഉള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യും. അല്ലാണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. Yeah. ക്ലിയർ ആണോ? ആ ലൂപ്പിന്ന് കൺട്രോൾ മൊത്തത്തിൽ പുറത്തോട്ട് വരും. ബാക്കി എന്ത് ചെയ്യില്ല? ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഏത് വരെ കിട്ടു? 1 to 5 മാത്രമേ പ്രിന്റ് ചെയ്യൂ. ക്ലിയർ ആണോ? ആ നമ്മൾ വൈൽ എക്സ്റ്റേണലി ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് യൂസ് ചെയ്യുന്നത് വൈൽ ലൂപ്പ് യൂസ് ചെയ്യും. സോറി, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. ഹലോ. ആ പറഞ്ഞോ. ഹലോ. ഇപ്പൊ എന്ത് വർക്ക് വന്നായിരുന്നോ? ഇതൊന്ന് ചെയ്ത് നോക്കാൻ ബ്രേക്ക് വെച്ചിട്ട്. ഇടയ്ക്ക് ഒന്നും കേട്ടില്ലായിരുന്നു അത്. അയ്യോ, ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇല്ല, അത് മനസ്സിലായി, പക്ഷെ ഇടയ്ക്ക് ലാഗ് ആയിരുന്നു. അപ്പൊ വർക്ക് പറഞ്ഞത് കേട്ടില്ല. ഇതൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട്.
ഓക്കെ. ഇനി നോക്കുക, ഇപ്പൊ നമ്മൾ അഞ്ച് മുതൽ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നില്ല, ഒന്നും പ്രിന്റ് ചെയ്യിക്കുന്നില്ല അല്ലെ. മൊത്തം നമ്മൾ എന്ത് ചെയ്തു, ലൂപ്പിനെ ബ്രേക്ക് ചെയ്യിച്ചു. ഇനി ഞാൻ പറയുന്നത്, എനിക്ക് ഇങ്ങനെ ഈ 5 മുതൽ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യണ്ട, പകരം നോക്കാം, ഇതിനകത്ത് എനിക്ക് 5നെ മാത്രം പ്രിന്റ് ചെയ്യിക്കണ്ട. അതായത് 1 to 4 പ്രിന്റ് ചെയ്യണം, അതിനുശേഷം 6 to 10ഉം പ്രിന്റ് ചെയ്യണം. ഈ 5 എന്ന് പറയുന്ന ഒരു നമ്പറിനെ മാത്രം എന്ത് ചെയ്യണ്ട, പ്രിന്റ് ചെയ്യണ്ട. അതായത് 5നെ മാത്രം എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യണം. മനസ്സിലായോ? ആ അപ്പൊ ലൂപ്പിനകത്ത് എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ഐട്രേഷൻ മാത്രം സ്കിപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ എങ്ങനെയാ ഒരു ഐട്രേഷൻ മാത്രം സ്കിപ്പ് ചെയ്യിക്കാന്നാ നോക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് അല്ല, പകരം എന്ത് യൂസ് ചെയ്യും, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എവിടെയാ നമ്മൾ കണ്ടിന്യൂ കൊടുക്കണ്ടേ, ഇഫ് കൊടുത്തിട്ട് എവിടെ ഇഫ് കൊടുക്കും? പ്രിന്റ് നോക്കാം, നമ്മൾ ഈ കണ്ടിന്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്ഡേഷൻ കൊടുക്കും. ഇത് എന്തിനാ ആദ്യം അപ്ഡേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. അറിയോ എന്തിനാ ആദ്യം അപ്ഡേഷൻ കൊടുക്കുന്നതെന്ന്? ഇറ്ററേഷൻ വരാൻ വേണ്ടിട്ടാ. നോക്കാം, ഞാൻ ആദ്യം എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ അവസാനമായിരുന്നു അപ്ഡേഷൻ കൊടുത്തത്. പക്ഷെ കണ്ടിന്യൂല് എന്ത് ചെയ്തു, ആദ്യം എന്ത് ചെയ്തു, അപ്ഡേഷൻ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ എപ്പോഴാണോ 5 = ട്രൂ ആവുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സാധാരണ രീതിയിൽ കെന് പ്രിന്റ് ചെയ്യും. ഓക്കെ അല്ലേ? നോക്കാം, ആദ്യം എന്ത് ചെയ്യും, കെന്റെ വാല്യൂ 1 ആയി. 1 ≤ 10 അല്ലേ. അന്നേരം എന്ത് ചെയ്യും, കെന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും അല്ലെ. കെന്റെ വാല്യൂ എന്താവും, 2 ആവും. അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്യിക്കുന്നത് എന്തായിരിക്കും, ഫസ്റ്റ് 2 ആയിരിക്കും അല്ലെ. അപ്ഡേഷൻ കഴിഞ്ഞിട്ടല്ലേ പ്രിന്റ് ചെയ്യിക്കുന്നത്. സോ എനിക്ക് 1 തന്നെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, കെന്റെ വാല്യൂ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 0 സ്റ്റാർട്ട് ചെയ്യുന്നു. അന്നേരം എന്തായി, ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു, കെന്റെ വാല്യൂ എന്തായി, 1 ആയി. ഇഫ് കണ്ടീഷൻ എന്തായില്ല, ട്രൂ അല്ല. സോ എന്ത് ചെയ്തു, 1നെ പ്രിന്റ് ചെയ്യിക്കും അല്ലെ. ഇനി എന്താവും, രണ്ടാമത് 1 വെച്ച് പിന്നെ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. 1 ≤ 10 ആണ്. കെന്റെ വാല്യൂ എന്താവും, ഒന്ന് അപ്ഡേറ്റ് ആവും, 2 ആവും. 2 ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, 2നെ പ്രിന്റ് ചെയ്യിച്ചു. അതുപോലെ 3ഉം 4, കെന്റെ വാല്യൂ എന്തായി, 4 ആയി എന്ന് വിചാരിക്കാം. 4 ആകുമ്പോ നോക്കിയേ, 4 ≤ 10 അല്ലേ, ആണ്. 4 = 1 എന്താവും, 5 ആവും. 5 ആവുന്ന കേസിൽ എന്തായി, ഇഫ് കെ = എന്താണ്, 5 ആണ്. ആ സമയത്ത് എന്താവും, ഈഫ് ലൂപ്പിന്റെ അല്ല, ഈഫ് സ്റ്റേറ്റ്മെന്റ് അകത്തോട്ട് പോകും അല്ലെ. അകത്ത് എന്താ കാണുന്നത്, കണ്ടിന്യൂ ആ കാണുന്നത്. നമ്മൾ എപ്പോഴാണോ വൈൽ ലൂപ്പിൽ എവിടെയെങ്കിലും കണ്ടിന്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കാണുന്നത്, കണ്ടിന്യൂ കണ്ടെങ്കിൽ നമ്മുടെ ലൂപ്പിന്റെ കൺട്രോൾ നേരെ എങ്ങോട്ട് പോകും, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യാനാ പോവുക. ഓക്കെ, എവിടെയാണോ കണ്ടിന്യൂ കാണുന്നത് അന്നേരം നേരെ എങ്ങോട്ട് പോകും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടിന്യൂ കണ്ട് കണ്ടീഷൻ എന്താ, 0.42. നോക്ക, കണ്ടിന്യൂ കണ്ടു അല്ലെ. കണ്ടിന്യൂ കാണുമ്പോ നേരെ എങ്ങോട്ട് പോയി, ഇപ്പൊ ഏതാ കെയിലുള്ളത്, 5 ആണ് അല്ലെ. 5 ≤ 10 ആണോ നോക്കി, ആണല്ലോ. ഹലോ.
ഏതുവരെ ഇരുന്നു കേട്ടത്? ഇടയ്ക്ക് കട്ടായി പോയല്ലോ. k equal to 6 ആണ്. ആ എപ്പോഴാണ് നോക്കുക? ആദ്യം 5 ആകുമ്പോ എന്തായി? കണ്ടിന്യൂ ചെയ്തു അല്ലെ? കണ്ടിന്യൂ ആകുമ്പോ ഞാൻ എന്താ പറഞ്ഞു? പിന്നെ എങ്ങോട്ട് പോകും? കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അന്നേരം എന്താ ചെയ്യുന്നത്? കെന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനാ പറയുന്നത് അല്ലെ? അപ്പൊ കെന്റെ വാല്യൂ എന്താവും? 6 6 ആവും. 6 ആവുമ്പോ പിന്നെ ഈ കണ്ടീഷൻ ട്രൂ ആണോ? അല്ല. അല്ല. അന്നേരം എന്തായിരിക്കും? പ്രിന്റ് ചെയ്യിക്കും. ഓക്കെ, B. മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാ ആദ്യം അപ്ഡേഷൻ കൊടുക്കുന്നതെന്ന്. എന്തുകൊണ്ടാ? ഇപ്പം അപ്ഡേഷൻ താഴെയാണെന്ന് വിചാരിക്കുക. ഇവിടെ കൊടുക്കുന്നതിന് പകരം ഞാൻ ഈ പ്രിന്റിന്റെ അല്ലെങ്കിൽ പ്രിന്റും കഴിഞ്ഞാണ് അപ്ഡേഷൻ കൊടുക്കുന്നതെങ്കിലോ, ഇഫ് നമുക്ക് കെന്റെ വാല്യൂ 5 ആയി, കണ്ടിന്യൂ ചെയ്ത് എങ്ങോട്ട് പോകും? പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകും അല്ലെ? കെന്റെ വാല്യൂ എപ്പോഴും എന്ത് തന്നെയാ? 5 തന്നെയല്ലേ? ലെസ് ദാൻ 5 ആണ്. പിന്നെയും ഇഫ് കണ്ടീഷൻ ട്രൂ ആണ്, കണ്ടിന്യൂ. ഇങ്ങനെ അപ്പം പിന്നെ ബാക്കി ഇറ്ററേറ്റ് ചെയ്യോ? ഇല്ല. എല്ലാ സമയത്തും കെന്റെ വാല്യൂ 5 ആണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയൊന്നും പ്രിന്റ് ചെയ്യിക്കില്ല. അതുകൊണ്ട് ഈ കണ്ടിന്യൂ കാണുന്നതിന് മുമ്പ്, അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ കെന്റെ വാല്യൂ എന്താവണം? 5 മാറി ഇവിടെ 6 ആവണം അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആദ്യം തന്നെ അപ്ഡേഷൻ കൊടുക്കുന്നത്. ഇപ്പൊ ഈ ഒരു കേസിൽ നോക്കിയ 4 പ്രിന്റ് ചെയ്തു, 5 ഇല്ല, പകരം ബാക്കി എന്ത് ചെയ്തു? 6 തൊട്ട് പ്രിന്റ് ചെയ്തു. ക്ലിയർ ആണോ? ഇതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ഏതെങ്കിലും ഒരു ഐറ്ററേഷൻ മാത്രം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതുകൂടി ഒന്ന് ചെയ്ത് നോക്ക്. ചെയ്തു. ഓക്കെ, അപ്പൊ ഇതും ക്ലിയർ അല്ലേ? ഏതെങ്കിലും 2 വാല്യൂ സ്കിപ്പ് ചെയ്യണമെങ്കിലോ, അതായത് 5ഉം സ്കിപ്പ് ചെയ്യണം, അതേപോലെ 8ഉം സ്കിപ്പ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? ഇവിടെ ആൻഡ് കൊടുത്തു. ഉം k equal to 5 and ആൻഡ് കൊടുത്താൽ നടക്കുവോ? ആൻഡ് കൊടുത്തെങ്കിൽ രണ്ടും ട്രൂ ആണ്. കെ 5ഉം കെ 8ഉം ആണ്. അങ്ങനെ രണ്ടും ഒരേ സമയത്ത് ട്രൂ ആവുമോ? ഇവിടെ ആൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഇത് രണ്ടും കെ ഈക്വൽ ടു 5ഉം ട്രൂ ആവണം, കെ ഈക്വൽ ടു 8ഉം ട്രൂ ആവണം. ഈ രണ്ടും ട്രൂ ആയാൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യൂ. അങ്ങനെ ഒരു സംഭവം പോസിബിൾ ആണോ? അല്ല. പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഓർ കൊടുത്താൽ പോരെ? ഓർ നോക്ക്, കെ ഈക്വൽ ടു 5 ആകുമ്പോഴും സ്കിപ്പ് ചെയ്യും, കെ ഈക്വൽ ടു 8 ആകുമ്പോഴും സ്കിപ്പ് ചെയ്യും. ഞാൻ 6 എന്നാ കേട്ടത്. 6 അല്ല, 6 ആണെങ്കിലും അങ്ങനെ തന്നെ. ഓ, ഓർ തന്നെ. ഇവിടെ നമ്മൾ ആദ്യം തന്നെ അപ്ഡേഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് 11 കൂടി വന്നത് കേട്ടോ. 11 വേണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 പകരം ലെസ് ദാൻ 10 കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് 10 വരെ കിട്ടും. അതിൽ 5ഉം സ്കിപ്പ് ആയിട്ടുണ്ട്, 8ഉം സ്കിപ്പ് ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി നമുക്ക് ഈഫിന്റെ ഈഫ് എൽസ് പഠിച്ചു. ഈഫ് എൽസ് എന്തായിരുന്നു? ആദ്യം ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഈഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ? അതേപോലെ നമുക്ക് വൈലിന്റെ കേസിൽ എന്തുണ്ട്? എൽസ് ഉണ്ട്. അതായത് നോക്കാം, ഞാനിവിടെ
കെന്റെ 5 മുതൽ സ്റ്റാർട്ട് ചെയ്തു, കെനെ പ്രിന്റ് ചെയ്യിക്കാൻ കൊടുത്തു, കെ പ്ലസ് ഈക്വൽ ടു 1 കൊടുത്തു. നമുക്ക് എന്ത് കിട്ടും? 5 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും ആണല്ലോ. ഇനി എപ്പോഴാണോ കണ്ടീഷൻ ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? അതായത് കെന്റെ വാല്യൂ 10നേക്കാളും കൂടുവാണെങ്കിൽ എനിക്ക് ഹായ്ക്ക് പകരം ഹലോ പ്രിന്റ് ചെയ്യണം. അപ്പൊ എന്താ സംഭവിക്കുക? ആദ്യം 5 വരെ എന്ത് ചെയ്യും? 1 2 3 4 5 വരെ, അല്ല സോറി, 5 6 7 8 9 വരെ പ്രിന്റ് ചെയ്യും. 10 പ്രിന്റ് ചെയ്യില്ല, കാരണം 10 കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ ടു കൊടുക്കണം. അതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? ഒരു ഹലോ കൂടി പ്രിന്റ് ചെയ്യും. കാരണം എന്തുകൊണ്ട്? അവിടെ നമുക്ക് കണ്ടീഷൻ ബ്രേക്ക് ആയി കേട്ടോ. 10 വരെ പ്രിന്റ് ചെയ്യിച്ചു, പിന്നെ ഒരു ഹലോ, അതായത് എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തു. മനസ്സിലായിട്ടുണ്ടോ? ഇത് എപ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ ഫുൾ ഐറ്ററേറ്റ് ചെയ്ത് ബ്രേക്ക് ആവുന്നത് ആ സമയത്ത് എൽസ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ ഈ രീതിയിൽ, അതായത് ഈ കണ്ടീഷൻ നമ്മൾ വൈലിൽ കൊടുത്ത കണ്ടീഷൻ ഫോൾസ് ആവുന്ന കേസിൽ മാത്രമേ എന്ത് എൽസ് ബ്ലോക്ക് വർക്ക് ചെയ്യും. അല്ലാണ്ട് നമ്മൾ ഇഫ് കൊടുത്തിട്ട്, അതായത് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടാണ് വൈലിനെ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വർക്ക് ചെയ്യില്ല? എൽസ് ബ്ലോക്ക് വർക്ക് ചെയ്യില്ല. മൊത്തം വൈലിൽ നിന്നും എൽസ് നിന്നും പുറത്തോട്ട് വരും. മനസ്സിലായോ? സാധാ രീതിയിൽ വൈലിന്റെ കണ്ടീഷനാണ് ബ്രേക്ക് ആവുന്നതെങ്കിൽ നമുക്ക് എന്ത് വർക്ക് ചെയ്യും? എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ എക്സ്റ്റേണലി ഒരു കണ്ടീഷനും ബ്രേക്കും അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ വൈലിനെ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ എന്ത് വർക്ക് ചെയ്യില്ല? എൽസ് ബ്ലോക്ക് വർക്ക് ചെയ്യില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്യണം. പ്രൈം ഓർ നോട്ട്. ഒരു നമ്പർ തന്നെങ്കിൽ ആ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. എന്താ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? ആ നമ്പറും ഒന്നും കൊണ്ട് മാത്രമേ അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 1ഉം ആ നമ്പറും കൊണ്ട് അല്ലാണ്ട് വേറൊരു നമ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ഫുള്ളി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റിക്കൂടാ അല്ലെ? അങ്ങനത്തെ നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ? ഒന്നാണെന്നോ? 1 പ്രൈം ആണോ? അല്ല. 1 ശരിക്കും നമ്മൾ പ്രൈം ആയിട്ടും നോട്ട് പ്രൈം ആയിട്ടും കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതാ? 2 ആണ് അല്ലെ? അപ്പൊ നോക്കാം, ഞാനിവിടെ വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് പ്രൈം ഒരു നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഞാൻ 25 നമ്പറാണ് എൻ്റർ ചെയ്തെങ്കിൽ 25നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും 1 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ ശരിക്കും ആ നമ്പറിനെ 2 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ പോരെ ഡിവൈഡ് ചെയ്ത് നോക്കാൻ? അപ്പൊ 2 മുതൽ ശരിക്കും പറഞ്ഞാൽ 2 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം അല്ലേ? അതിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളി ഡിവിസിബിൾ ആണെങ്കിൽ, അത് ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് എന്ത് നമ്പർ അല്ല? പ്രൈം നമ്പർ ആണോ? ഇപ്പൊ ഞാൻ 1 മുതൽ അല്ലെങ്കിൽ 25ന്റെ നമ്പറാണ് ഞാൻ എൻ്റർ ചെയ്തത്. ആ 25നെ 2 മുതൽ 25 വരെ നമ്പർ വെച്ച് ഹരിച്ചു നോക്കി. ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഫുള്ളായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് റിമൈൻഡർ ഒന്നും വരുന്നില്ലെങ്കിൽ അത് പ്രൈം ആണോ അല്ലയോ? പ്രൈം അല്ല അല്ല. അതായത് 1 മുതൽ 25 വരെ, സോറി 2 മുതൽ 25 വരെ നമ്പേഴ്സിനെ കൊണ്ട് ഹരിച്ചു നോക്കുന്ന സമയത്ത് ഒരു നമ്പർ കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റിക്കൂടാ അല്ലെ? അങ്ങനത്തെ നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം എന്ന് പറയുന്നത് ആണല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. ഞാൻ ശരിക്കും 1 മുതൽ അല്ലെങ്കിൽ 2 മുതൽ 25 വരെ നമ്പേഴ്സിനെ കൊണ്ട് ഹരിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഞാൻ 2 കൊണ്ട് ഹരിച്ചു, 3 കൊണ്ട് ഹരിച്ചു, 4 കൊണ്ട് ഹരിച്ചു, അങ്ങനെ ഒരു 13 വരെ ഹരിച്ചു, അല്ലെങ്കിൽ 12 വരെ നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ 12 വരെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്തും ഒരു നമ്പറിനെ കൊണ്ടും അത് ഡിവിസിബിൾ ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ 13ഉം 14നെ കൊണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? അതെ. ഏത് സംഖ്യ അതിന്റെ പാതിക്ക് മേലുള്ള സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിന്റെ പകുതി വരുന്ന നമ്പേഴ്സിനെ കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ പോരെ? ഇപ്പൊ ഒരു 50 ആണ് എൻ്റർ ചെയ്യുന്നെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം അത് പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ? 25 വരെയുള്ള സംഖ്യയാണ്. 2 to 25, 2 മുതൽ 25 വരെ നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെ? അതുവരെ ഒരു നമ്പറിനെ കൊണ്ടും അത് ഫുള്ളി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഡിവിസിബിൾ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അതെന്താ? അതൊരു പ്രൈം നമ്പർ ആയിരിക്കും ആണല്ലോ. അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് വാങ്ങുവാണ്. a = int
മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണേ. ഇന്റെ ഇൻപുട്ട് ഒരു നമ്പർ യൂസർ ഇൻപുട്ട് ചെയ്യും. ഞാൻ ആ നമ്പർ കിട്ടിയ പാട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിന്റെ പകുതി നമ്പേഴ്സിനെ കൊണ്ടുവരെ എനിക്ക് ഹരിച്ചു നോക്കേണ്ടി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ പകുതി കാണുന്നു. ഓക്കെ, എച്ച് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിന്റെ പകുതി കാണുന്നു. ജസ്റ്റ് ഇങ്ങനെ a/2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ എന്ത് നമ്പർ കിട്ടുക, ഡെസിമൽ നമ്പർ ആയിരിക്കൂലേ. ശരി. അപ്പൊ എനിക്ക് അങ്ങനെ കാണണ്ട ഇന്റീജർ നമ്പറിലോട്ട് മതി. അതായത് അതിനിപ്പം 25 ആണെങ്കിൽ 12.5 എന്ന് വേണ്ട, 12 വരെ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫ്ലോർ ഡിവിഷൻ ചെയ്താൽ പോരെ. അപ്പൊ നോക്കി എച്ചിട്ട് ആദ്യം എ നിലയിലോട്ട് യൂസർ ഇൻപുട്ട് ചെയ്യും. ഞാൻ എന്ത് ചെയ്തു, അതിനെ ഫ്ലോർ ഡിവിഷൻ കണ്ട് പകുതി കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നോക്കുക 1 മുതൽ ഈ എച്ച് വരെയുള്ള നമ്പേഴ്സിനെ കൊണ്ട് അതിനെ ഹരിച്ചു നോക്കുക വേണ്ടത്. അല്ലെങ്കിൽ 1 മുതൽ ഹരിക്കണ്ട, 2 മുതൽ ഹരിച്ചാൽ മതി അല്ലെ. അപ്പൊ എനിക്ക് ഹരിക്കേണ്ട നമ്പേഴ്സ് ഒക്കെ എവിടുന്ന് കിട്ടും. അതായത് യൂസർ ഇപ്പൊ 50 അല്ലെങ്കിൽ 50-നാണ് എനിക്ക് ഹരിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇനി 2 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് കിട്ടണ്ടേ ഇതിനെ ഹരിച്ചു നോക്കാൻ, വേണ്ടേ. അത് എവിടുന്ന് കിട്ടും. അതിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും, ഇവിടെ ഞാൻ വൈൽ ലൂപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, വൈൽ ലൂപ്പ് എടുക്കുന്നു. അപ്പൊ അതിന്റെ ഇനീഷ്യലൈസേഷൻ ഐയിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹരിക്കാൻ കൊടുക്കേണ്ട വാല്യൂസ് വരുന്നത്. അപ്പൊ എനിക്ക് ഏത് 2 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ പോരെ. ഏത് വരെ പോണം, വൈൽ കണ്ടീഷൻ ഐന്റെ വാല്യൂ 2 മുതൽ ഏത് വരെ കിട്ടണം, എച്ച് വരെ കിട്ടണം. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് കൊടുത്തു. അപ്പൊ ഐയിൽ ആദ്യം 2 വരും, 3 വരും, 4 വരും, 5 വരും, അങ്ങനെ ഏത് വരെ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിന്റെ പകുതി വരില്ല നമ്പേഴ്സ് എയിൽ കിട്ടും, ഐയിൽ കിട്ടും അല്ലെ. ഇനി എന്ത് ചെയ്യണം, ആ യൂസർ ഇൻപുട്ട് ചെയ്ത നമ്പർ ഏതാ, എ അല്ലെ. എനെ എന്ത് ചെയ്യണം, ഐത്തെ ഓരോ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം അല്ലെ. അപ്പൊ നമുക്കത് എയിൽ കൊടുക്കുക, നമ്മളെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഇഫ് എ മോഡ് ഐ, ഏന ഐ കൊണ്ട് മോഡുലാർ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും 0 കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് എന്ത് നമ്പർ ആയിരിക്കില്ല, പ്രൈം നമ്പർ ആയിരിക്കോ, അല്ല. അല്ലെ, ഏതെങ്കിലും നമ്പർ കൊണ്ട് അത് ഫുള്ളി ഡിവിസിബിൾ ആണെങ്കിൽ അത് എന്തല്ല, പ്രൈം അല്ല. അപ്പൊ നോക്കി, ഇപ്പൊ ഞാൻ 50-നെ ചെയ്യുന്ന സമയത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ തന്നെ അത് ഫുള്ളി ഡിവിസിബിൾ ആയി. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി, ആ നമ്പർ പ്രൈം അല്ല എന്ന് മനസ്സിലായി. പിന്നെ 3 കൊണ്ട് ഹരിച്ചു നോക്കേണ്ട ആവശ്യമുണ്ടോ, വേണ്ട. അപ്പൊ എന്ത് ചെയ്യാ, അവിടെ ബ്രേക്ക് ചെയ്തൂടെ. അപ്പൊ എനിക്ക് ഏതെങ്കിലും നമ്പർ വെച്ച് അതിനെ ഫുള്ളായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണ്ട, ബാക്കി നമ്പേഴ്സിനെ കൊണ്ട് ഹരിച്ചു നോക്കണം എന്നില്ല. അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അതല്ലെങ്കിലോ നോക്ക്, ആദ്യം 2 കൊണ്ട് ഹരിച്ചു, 3 കൊണ്ട് ഹരിച്ചു, 4 കൊണ്ട് ഹരിച്ചു, 25 വരെ ഹരിച്ചു, 1 കൊണ്ട് എന്താവുന്നില്ല, അത് ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും, അങ്ങനെയാണെങ്കിൽ എനിക്ക് എൽസിൽ എന്ത് പ്രിന്റ് ചെയ്യാം, അത് പ്രൈം ആണെന്ന് പ്രിന്റ് ചെയ്തൂടെ. ഓക്കെ, പ്രൈം ആണെന്ന് പ്രിന്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് അപ്ഡേഷൻ വേണ്ടേ വൈലിന്റെ, അവിടെ എന്ത് ചെയ്തു, ഒരു അപ്ഡേഷനും കൊടുത്തു. ഞാൻ ആദ്യം ഒരു 5 കൊടുത്തു. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 തന്നെയല്ലേ കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക് കഴിഞ്ഞിട്ട് ശരിക്കും നമുക്ക് ഇവിടെ അല്ലേ 5 എന്താ, ഒരു പ്രൈം നമ്പർ ആണ്. അപ്ഡേഷൻ കൊടുത്താൽ മതി ഇവിടെ കൂടി. ശരിക്കും ഇവിടെ അപ്ഡേഷൻ കൊടുത്തില്ലെങ്കിൽ നോക്കട്ടെ. 5 എന്താ, ഒരു പ്രൈം നമ്പർ ആണ്. ഇനി നോട്ട് പ്രൈം ഏതെങ്കിലും നമ്പർ പറഞ്ഞിട്ട് 21, അതെന്താ, നോട്ട് പ്രൈം ആണ്. ക്ലിയർ ആണോ. ഇതില് ഈ ഒരു കോഡിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഓക്കെ ആണോ. ഓക്കെ, അത് ആദ്യം നോക്കുക, അത് കോഡ് മൊത്തം പ്രൈം ആണോ ചെക്ക് ചെയ്യണ്ടേ. ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തുകൊണ്ടാ ഈ ഒരു എൽസ് നമ്മൾ ഈഫിന് കൊടുക്കാഞ്ഞേ, ഇത് വൈലിന്റെ എൽസ് അല്ലേ കൊടുത്തേ, ഈഫിന്റെ എൽസ് ഇത് കൊടുക്കാത്ത എന്തുകൊണ്ടാ. അത് ഏൽസ് വൈലിന്റെ അല്ല, ആവശ്യമില്ലാത്തതാണ്.
ഒരു മിനിറ്റ്. അപ്പൊ എന്താ? IILC ഈഫിന്റെ അല്ലല്ലോ വയലിന്റെ അല്ലേ? ഇത് വൈലിന്റെ എൽസ് അല്ലേ? എന്തുകൊണ്ടാ ഈഫിന്റെ എൽസ് ആയിട്ട് പ്രൈമിന് കൊടുക്കാത്തതെന്നാ ചോദിച്ചത്. ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നോട്ട് പ്രൈം, എൽസ് നമ്മൾ എന്തുകൊണ്ടാ പ്രൈമിന് കൊടുക്കാണ്ട് വൈലിന്റെ എൽസിൽ കൊടുത്തേ? ഇനി നമുക്ക് ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ MySQL വർക്ക്ബെഞ്ച് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ എൽസ് ഞാൻ ഈഫിന്റെ എൽസ് ആയിട്ട് കൊടുത്തെങ്കിൽ എന്തായിരിക്കും പ്രശ്നം വരിക? ഇങ്ങനെ കൊടുത്താൽ എന്താ പ്രശ്നം വരിക? ഇങ്ങനെ ഒന്നും കൊടുക്കാണ്ട് കാണിക്കൂല, ഒന്നും കാണിക്കൂല, അവിടെ ബ്രേക്ക് ആയി പോകും. അതെന്തുകൊണ്ടാന്നാ ചോദിച്ചേ. ഒന്നും കാണിക്കാണ്ടിരിക്കൊന്നുമില്ല, കാണിക്കും. ഇപ്പൊ നോക്കിയേ, ഞാൻ ഇതിപ്പം ഒരു ഡാറ്റാബേസ് ഇതിവിടെ ബ്രേക്ക് മാറ്റാം. കുറച്ച് കഴിയുമ്പോൾ ടേബിൾസ് യൂസ് ചെയ്യും, അതേപോലെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. പിന്നെ ട്രിഗർ ഞാൻ ഇത് ഇവിടെ കൊടുക്കുന്നതിന് പകരം ഈഫിന്റെ എൽസിൽ കൊടുത്തെങ്കിൽ എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ കൊടുത്താൽ എന്താ പ്രശ്നം? നോക്കിയേ, എന്ത് പ്രിന്റ് ചെയ്ത് വന്നു? പ്രൈം എന്നും വന്നു, നോട്ട് പ്രൈം എന്നും വന്നു. അങ്ങനെ വരാൻ കാരണം എന്താ? ഇങ്ങനെ കൊടുത്തോണ്ടാണ് അങ്ങനെ വരുന്നത്. ഇങ്ങനെ കൊടുത്തെങ്കിൽ അങ്ങനെ വരില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചത്. എനോടായി 0 അല്ലാത്തതൊക്കെ അതും പ്രിന്റ് ചെയ്യും. ആ, അതായത് നോക്കാം, എപ്പോഴാണ് ഈഫിന്റെ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അല്ലേ? നമ്മൾ ഈഫിനാണ് എൽസ് കൊടുക്കുന്നെങ്കിൽ ഈഫിന്റെ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്ത് പ്രിന്റ് ചെയ്യും? അതിന്റെ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ ഞാൻ കൊടുക്കുന്ന വാല്യൂ 21 ആണെങ്കിൽ, യൂസർ ഇൻപുട്ട് ചെയ്ത വാല്യൂ 21 ആണെങ്കിൽ 21 ആദ്യം ഏത് വെച്ച് ഡിവൈഡ് ചെയ്യും? 2 വെച്ച് ഡിവൈഡ് ചെയ്യും ആണല്ലോ. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 ആണോ കിട്ടുക? ഇല്ല. അല്ല, അപ്പൊ തന്നെ എന്താവും? ഈഫ് ഫോൾസ് ആയി അല്ലേ? അപ്പൊ ഈഫിന് ഒരു എൽസ് ഉണ്ടെങ്കിൽ എൽസിൽ എന്ത് പ്രിന്റ് ചെയ്യും? അത് പ്രൈം ആണ് എന്ന് പ്രിന്റ് ചെയ്യും. ശരിക്കും 21 ഒരു പ്രൈം ആണോ? അല്ല. അല്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല എന്നേ ഉള്ളൂ, ബാക്കി 3 കൊണ്ട് പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈഫിന്റെ കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്ത് തന്നെ എൽസ് പ്രിന്റ് ചെയ്തെങ്കിൽ അവിടെ 21 ആണെങ്കിൽ എനിക്ക് എന്ത് വരും? അത് പ്രൈം ആണ് എന്ന് പ്രിന്റ് ചെയ്യും. ഇനി നേരെ മറിച്ച് ഇങ്ങനെയാണ് കൊടുക്കുന്നെങ്കിലോ, ഇത് മൊത്തം, അതായത് ഈഫിന്റെ കണ്ടീഷൻ മൊത്തം ഇറ്ററേറ്റ് ചെയ്യും അല്ലെ? അത് ഈഫ് 1 ആയിട്ടും 2 ആയിട്ടും 3 ആയിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കും. അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? നമുക്ക് ഈ ഒരു ഈഫ് മൊത്തം എന്താവും? ബ്രേക്ക് ആവും അല്ലേ? അതായത് ഈ ഈഫിലോട്ട് വരുന്നത് ഐയിലോട്ട് മൊത്തം വാല്യൂ എന്താവും? മൊത്തം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു, അപ്പോഴത്തേക്കൊന്നും എനിക്ക് എന്താവുന്നില്ല? ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നില്ല അല്ലേ? ട്രൂ ആവാണ്ടിരിക്കുമ്പം എപ്പോഴാണോ ഐ അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ വൈലിന്റെ കണ്ടീഷൻ ബ്രേക്ക് ആവുന്നത്, ആ സമയത്ത് മാത്രമേ നമുക്ക് എൽസ് പ്രിന്റ് ആവുന്നുള്ളൂ. ഇവിടെ ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഇപ്പം 50 ഇൻസേർട്ട് ചെയ്യുന്നെങ്കിൽ 2 മുതൽ 25 വരെ നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, അതിലൊന്നും എന്താവുന്നില്ല? ഈഫ് ട്രൂ ആവുന്നില്ല. ആ സമയത്ത് എന്താവും? ഐന്റെ വാല്യൂ എപ്പോഴും 25 മാറി എന്താവും? 26 ആവും അല്ലെ? 26 ആവുന്ന സമയത്ത് എന്താവും? ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവും. ആ ഒരു കേസിൽ നമുക്ക് എന്ത് വർക്കാവും? എൽസ് വർക്കാവും. ഇനി ഏതെങ്കിലും ഒരു കേസിൽ ഈഫിനെ ഫുള്ളി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലോ പിന്നെ എൽസ് വർക്ക് ചെയ്യോ? ഇല്ല. കാരണം എന്താ? ഈ വൈൽ ലൂപ്പ് എങ്ങനെയാ ബ്രേക്ക് ആവുന്നത്? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ബ്രേക്ക് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് വർക്ക് ചെയ്യില്ല? എൽസ് വർക്ക് ചെയ്യില്ല. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ആവും. ഒന്നുകൂടി നോക്ക്, എന്തായാലും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നാളത്തേക്ക് ചെയ്ത് നോക്കൂലേ? നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നാളത്തേക്ക് ഇത് ചെയ്ത് നോക്കിട്ട് ഒന്ന് പഠിച്ചിട്ട് വാ കേട്ടോ. ഓക്കെ, എന്നാ ലീവ് ചെയ്തോളൂ.